എനിക്ക് താഴ്ച പേടിയാണ്. നമ്മൾ നേരത്തെ എഴുന്നേൽക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ട് അതൊന്നും നടന്നില്ല. പക്ഷെ എന്നാലും 6 o'clock എഴുന്നേറ്റു. അപ്പോൾ 6 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഒരു 7 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടുന്ന് ഫസ്റ്റ് വണ്ടി പോവും. ഫസ്റ്റ് വണ്ടി ഇവിടുന്ന് പോവും ഫോറസ്റ്റിലേക്ക്. അങ്ങനെ പോവാണെങ്കിൽ മിക്കവാറും നമുക്ക് ജീപ്പ് കിട്ടും. എന്താ പറഞ്ഞു? ചായ ഇവിടെ നിന്ന് കുടിക്കാന്നാ? അപ്പോൾ ഇപ്പം എന്തായാലും നമുക്ക് കിട്ടിയിരിക്കുന്നത് 8:30-ക്കുള്ള ബസ്സാണ്. ബസ്സിലാകുമ്പോൾ കുറച്ച് പേരുണ്ടാവും. പക്ഷെ ഇപ്പം അങ്ങനെ അധികം ആരും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമുണ്ട്. ആക്ച്വലി ഞാൻ ഇത്ര നേരത്തെ ഫുഡ് കഴിക്കുന്ന ആളല്ല. പിന്നെ കൂടിയതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ അപ്പോൾ മുഖമൊക്കെ ഇങ്ങനെ കടന്തും കൊട്ടിയത് പോലെയുണ്ട്. കറക്റ്റ് കണ്ണിൽ തന്നെ ഇരിക്കുന്നു. എൻ്റെ ഡ്രസ്സിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ്. നമ്മളിത് ഭയങ്കര പ്ലാൻ ചെയ്ത് ഇറങ്ങിയതൊന്നുമല്ല. വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒന്ന് പോയിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഈ ഒരു ട്രിപ്പ് നമ്മളൊട്ടും തന്നെ പ്ലാൻ ചെയ്യാണ്ട് ഇറങ്ങിയതാണ്. ആൻഡ് വയനാട്ടിലുള്ള വെതർ ഇതും നമുക്ക് അനുകൂലമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങൾ പോയിരുന്ന അന്നത്തെ ഡേ ആണ് പുലി ഒരു ലേഡീനെ കടിച്ച് കൊന്നത്. സോ അതിൻ്റെ ഒരു ഷോക്കൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അന്നത്തെ ദിവസം തന്നെ ഞങ്ങളൊരു പുലീനെ കാണുകയും ചെയ്തു. നമ്മളിപ്പോൾ പോകുന്നത് സഫാരിയാണ്. പോകാൻ നേരം നമ്മൾ ആരെങ്കിലുമൊക്കെ കാണും, അതായത് പുലി, കടുവ ഒക്കെ കാണും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ആരെയും ഒന്നിനെയും ഞങ്ങൾ കണ്ടില്ല. ആകെ കണ്ടത് കുറച്ച് കുരങ്ങനും പിന്നെ മാനവുമാണ്. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 6 o'clock ഒക്കെ തിരിക്കുന്ന സഫാരി ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാനൊക്കെ പറ്റും. എനിക്ക് തോന്നുന്നു അതിനേക്കാളും നല്ലത് വെറുതെ റൈഡ് പോയാൽ തന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. പ്ലാൻ ചെയ്യാത്ത ട്രിപ്പായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്റ്റേ ഒന്നും മുന്നേ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ഫ്ലാറ്റ് ടൈപ്പ് ആയിരുന്നു. ഒരു 2 BHK, അതിൽ ഒരു 1 BHK മാത്രം നമുക്ക് ഓപ്പണാക്കി ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ വരുന്നൊരു പൂളും ഈ ഊഞ്ഞാലും ഒക്കെ ഉള്ളത്. ഈവനിങ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. 24 hours നമുക്ക് പൂള് യൂസ് ചെയ്യാം. പേടിയുണ്ട് എനിക്ക്. എത്ര ആളുണ്ടായിരുന്നു? അവിടെ നമുക്ക് ഇരിക്കാൻ ഇങ്ങനെ ഒരു ചെറിയൊരു പ്ലേസ് ഉണ്ട്. എനിക്ക് ചെറിയ പേടിയുണ്ട്. ഞാൻ കുറേ നാളായി. ചെറിയതായിട്ടാ എൻ്റെ ഇവിടെ ഉള്ളൂ, എൻ്റെ ഇവിടെ വരെ ഉള്ളൂ. എനിക്ക് താഴ്ച പേടിയാണ്. അത് വെള്ളത്തിലൊക്കെ കഴുകണ്ട. എന്താ വാവ്, മറ്റേ എന്തിലോ പോകുന്ന മനുഷ്യനെ പോലെ ഉണ്ട്. ഓക്കെ യെസ് ഗൈസ്, ശരി ചാടാൻ പോവാണ്. സീരിയസ്ലി നീ ചാടാൻ പോണോ? അപ്പൊ ഞാൻ ഇവിടെ എൻ്റെ ഫോൺ സെറ്റാക്കാം. കൊച്ചുകുട്ടിയൊക്കെ നിൽക്കാനുള്ളത്.
ഒന്ന് കാണാം.